ഒരു കരിക്ക് കുടിച്ചിട്ട് പോവാ. അല്ലങ്ങാതിയെ ഈ ഇളനീര് വരവാത നാടനാ? ഇത് നാടനാ. വരവിളനീര് ഇവിടെ ആർക്കും വേണ്ട. നാടൻ ഇളനീരെ ഇവിടെ പോവൂ, അത് കിട്ടാനുമില്ല. ഇങ്ങളെന്തീ പറയണ്? ഇങ്ങക്ക് എന്തോരം വേണം നാടൻ? ഞമ്മളെ പറമ്പിലുണ്ടോ? ഞാൻ നിങ്ങളെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. അതെയോ? നല്ല മുഖപരിചയം. ഞമ്മള് വലിയ പറമ്പിലെ സുലൈമാനാന്നേ. വലിയ പറമ്പിലെ സുലൈമാൻ? ആ, കേട്ടിട്ടുണ്ട്. എന്താ ഈ വഴിക്ക്? ഞമ്മക്ക് ഇവിടെ കുറച്ച് പേപ്പറുകൾ ശരിയാക്കാനുണ്ട്. അതെ. ആ അല്ല, അന്റെ പേരെന്താണ്? മധു. ആ, എവിടെ വീട്? എന്റെ വീട് ഇവിടെ അടുത്താ. അതെ, ഈ മതപ്പള്ളി അമ്പലത്തിന്റെ അവിടെ. ഹേയ്, അവിടെയല്ലേ നമ്മള് സ്ഥലം വാങ്ങിയിട്ടുള്ളത്? അവിടെ എവിടെ? നമ്മളെ നെല്ലിക്കാട്ടിലെ സുകുമാരന്റെ സ്ഥലേ. അതെ. ഇജ്ജൊരു കാര്യം ചെയ്യും, എൻ്റെ ഫോൺ നമ്പർ ഒന്നും ഇങ്ങെടുത്താ, ഇത് പിടിച്ചോ. ആ, ആയിക്കോട്ടെ. നമ്മൾ ഈ ബൈക്ക് വരുമ്പോ വിളിക്കാട്ടാ. ഓ ശരി. മോനെ ഷൈനെ, വാടാ. ഹലോ. ഹലോ, മധു അല്ലേ? ഇതാരാ സംസാരിക്കണത്? നമ്മൾ ഇത്ര പെട്ടെന്ന് മറന്നാ? ഇത് നമ്മളാണ്ടാ വലിയ പറമ്പില് സുലൈമാൻ. ആ, മനസ്സിലായി. എന്താണ് വിശേഷങ്ങളൊക്കെ? അൽഹംദുലില്ലാ, സുഖം തന്നെ മോനെ. എന്തൊക്കെ പ്രത്യേകിച്ച് വിളിച്ചത്? ഈ വഴിക്ക് വരുന്നുണ്ടാ? അതെ. ആ, പറയിക്ക. ഞാനിപ്പോ നമ്മളെ പറമ്പിൽ വന്നിട്ടുണ്ട്. ആ, അതെ. അപ്പൊ ഇജ്ജ് എത്രയും പെട്ടെന്ന് നിങ്ങൾ വായോ. ആ, പറമ്പിലേക്കല്ലേ? ഞാതാ വരുന്നു. ഞാനിവിടെ ഒരാളെ വേഗാക്കിയിട്ട് വരാം. ഞാൻ സുരേഷ്. അപ്പൊ ഇജ്ജൊന്നും ഇങ്ങോട്ട് വേഗം വാ. ഒന്നും ഇങ്ങോട്ട് നോക്കട്ടാ, ഞാനിപ്പോ വരട്ടാ. ആ, സുലൈമാനക്കാ. ആ, മധുവോ, എന്തൊക്കെ? ഇതാണ് നമ്മളെ പറമ്പ്. ആകെ മന്ദിക്കാടാണല്ലോ. ഇവിടെയുള്ള പുല്ല് വൃത്തിയാക്കാനും തെങ്ങിന്റെ തടമെടുക്കാനും ഒരാളെ ഏർപ്പാടാക്കണം. അതിനെന്താ, നമ്മുടെ കയ്യിലിവിടെ പണിക്കാരുണ്ട്. അങ്ങനെ ഇജ്ജൊരു കാര്യം ചെയ്യും, ഈ പറമ്പ് മൊത്തം നീ അങ്ങോട്ട് നോക്കിക്കാളി. ഈ തെങ്ങിന്റെ മുകളിൽ നിൽക്കുന്ന ഇളനീരൊക്കെ നീ അങ്ങോട്ട് ഇറക്കിക്കാളി. അതിന്റെ കണക്കൊക്കെ നമുക്ക് പിന്നെ പറയാം. എന്നാ പോകല്ലേ മോനെ, ബാ. പിന്നെ വീട് ഇവിടെ അടുത്താ, വീട്ടിലൊന്ന് കേറണ്ട. പിന്നെ വാ, ഇവിടെ വരെ വന്ന നിലയ്ക്ക് ഒന്ന് കയറിട്ട് പോ. എന്നാ ആയിക്കോട്ടെ മോനെ, ബാ. ഇക്ക വരി. കയറിയിരിക്കാനൊന്നും സമയമില്ല, ഞാൻ പിന്നെ വരാ. ചാടിച്ചു വേണ്ട മധു, പിന്നെ വരാ. ശരി എന്നാ. എന്തൊക്കത്? കുട്ടിയെ വായോ, പോവാ. മോനെ, അച്ഛനില്ല ഇവിടെ? ആരാ മോനെ? ആയിക്കോട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷം? ആ, റാഹത്തിന്റെ മോളെ. മോന്റെ കല്യാണ നിശ്ചയം കഴിഞ്ഞു, മോൻ പോവുകയും ചെയ്തു. അപ്പൊ എന്താ കല്യാണം? വരുന്ന മാസം 25-ാം തീയതി. ലീവ് കിട്ടുവോ? അതിനെന്താ, നമ്മുടെ സ്വന്തം ബിസിനസ് അല്ലേന്ന്. ഞാനിപ്പോ വരാട്ടോ. ആയിക്കോട്ടെ. ആ മോനെ, എന്താ പേര്? അതെ, എത്രല്ല പഠിക്കണേ? ആ, നന്നായി പഠിക്കണേട്ടാ. നല്ല മോനെ. എന്നാ ഞമ്മളങ്ങട് അല്ലിക്ക് ചായ വെച്ചിട്ടുണ്ട്. അത് പിന്നീടാവും കുട്ടിയെ. ചായ കുടിച്ചിട്ട് പോവാം. ആയിക്കോട്ടെ. ഞമ്മൾ വരുമ്പോൾ
മധുവിനെ കുറേ നേരം വിളിച്ച് ഓൻ ഫോൺ എടുക്കണില്ല. ഈടുത്ത നമ്പർ ഒന്ന് തരുമോ? അയ്യോ അതിനോട് ഫോണില്ലല്ലോ. എന്റെ ഫോണ് നാശമായി കിടക്കണക്ക. അങ്ങനെയാണല്ലേ? എന്നാ ശരി, ഞമ്മള് പോട്ടെ. ഓൻ വന്നാ പറഞ്ഞേക്ക് ഞമ്മള് വന്നിരുന്നു. ആ പറഞ്ഞേക്കാം. സുലൈമാനൊക്കെ വന്നിരുന്നു. ഏട്ടനെ കുറേ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു. ആ സുലൈമാനൊക്കെ വിളിച്ചിട്ടുണ്ടാവും. ഭയങ്കര തിരക്കായിരുന്നു ഇന്ന്. എന്തായാലും നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. അതെന്താ? ഇഷ്ടം പോലെ ഇളനീര് ഇറക്കിയിട്ടുണ്ടാവും പറഞ്ഞു. അതെ, കാശിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞത് അതൊക്കെ വെക്കി, അതൊക്കെ പിന്നെ ശരിയാക്കാ എന്നാ പറഞ്ഞു. അപ്പൊ ആള് നല്ല ആളാണല്ലേ ഏട്ടാ? പൊളിക്കട്ടെ, തീരെ വയ്യ. രേഷ്മേ, ആ അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. ഇരിക്കട്ടെ. ഇതിലിടാനുള്ള സിമ്മ് ആ അതിവിടെ ഉണ്ട്. ആയി. ഞാനൊന്ന് നോക്കട്ടെ. ഓ, നമ്മളെ നമ്പർ ഒന്ന് അതിൽ അടിച്ചോട്ടാ, സിം ഇട്ടാല്. ആ ശരി. സിം ഇട്ടോ? ആ ഇട്ട്. എന്നാ നമ്മളെ നമ്പർ അടിച്ചിട്ട്. ഇല്ല, ഇക്കേൻ്റെ അടിച്ചിട്ട്. ഹലോ, ആ ഹലോ. കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് എന്തായിരുന്നേ? അതെനിക്ക് പേടിയാ. അതിന് നമ്മളൊരു സൂത്രം കൊണ്ടിട്ടുണ്ടെന്നേ. അതെന്താ? രേഷ്മ, ഓ ഇതാ എന്താ ഇത്? ഒന്ന് നോക്ക്. അതിട്ടിട്ട് വേഗം വാ. ആ ശരി. ഉം. ഇതെന്തിനാ? എനിക്ക് മനസ്സിലായി.
അവളുള്ള പിജ്ജന്തിനടി പേടി. എന്നെ തിരിച്ചറിഞ്ഞാലോ? ഇന്നാ നമുക്കതൊന്നും കാണില്ല. ഒരു മനുഷ്യക്കുട്ടി നിന്നെ തിരിച്ചറിയും. പിന്നെ ഓൻ്റെ അടുത്തൊന്നും നമുക്ക് ആ എന്താ ഈ വഴിക്ക്? ഒന്നുമില്ല, ഒരു ചെറിയ കാര്യം അതെ. ഇജ്ജ് കരിക്കെടുത്തേ. ആ ആയിക്കോട്ടെ. പിന്നെ കച്ചവടമൊക്കെ ഉണ്ടാ? കച്ചവടം കുഴപ്പമില്ല. ഇജ്ജൊരു കാര്യം ചെയ്യും, ആ. ഒരെണ്ണം കൂടിയും വേണം. ആർക്കാ? നമ്മളെ ബീവിൻ്റെ വണ്ടിയിൽ ആ ഈ ജോൾക്കൊന്നും കൊണ്ട് കൊടുക്കും. ആയിക്കോട്ടെ. അവനല്ല, എൻ്റെ വാപ്പ വന്നാലും പിടിക്കില്ല മോളെ. ഇപ്പം എങ്ങനെ